എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും 3 കാരണങ്ങളാണ്. നമ്പർ 1, എൻഡ്ലെസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം ഇന്ന് എല്ലാ കമ്പനികളും ബിസിനസ് ചെയ്യുന്നത് അവർക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നന്നായി മാർക്കറ്റിംഗ് ചെയ്ത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡിന് മാത്രമേ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഏത് സ്ഥാപനങ്ങളും അവർ മാക്സിമം കസ്റ്റമേഴ്സിനെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യും. ആ മാർക്കറ്റിംഗ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വൈഡ് ആയിട്ട് റീച്ച് കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മേഖലയിൽ ഇന്ന് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചെറിയ കമ്പനികൾ മുതൽ വലിയ കമ്പനികൾ വരെ ഇന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോ നല്ല ഫ്യൂച്ചറുള്ള ഒരു എൻഡ്ലെസ് ജോബ് ഓപ്പർച്യൂണിറ്റിയിലെ കരിയർ ആലോചിക്കുന്ന ഏതൊരാൾക്കും ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുക്കാം. രണ്ടാമതായി നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഏതൊരാളും ഒരു അഡീഷണൽ ഇൻകം ആലോചിക്കുന്നവരാണ്. അത്തരത്തിൽ അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വർക്കിംഗ് പ്രൊഫഷണൽസിനും അതല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ കോഴ്സ് ചെയ്യുന്നവർക്കും ഒക്കെ അഡീഷണലി ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഈ ഫ്രീലാൻസിന്റെ മോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് എല്ലാ കമ്പനികളും മാർക്കറ്റിംഗ് ചെയ്യും. അത് വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ ചെറിയ കമ്പനികൾ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആവശ്യമില്ലാത്ത കമ്പനികൾ മന്ത്ലി ട്വൈസോ അല്ലെങ്കിൽ മന്ത്ലി ത്രൈസോ ഒക്കെ അവർക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആഡ് ക്യാമ്പയിൻ വരുന്ന സമയത്ത് അവരൊക്കെ ഫ്രീലാൻസിംഗ് ആയിട്ടുള്ള ആളുകളെയാണ് നോക്കാറ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്രിയേറ്റീവിലൂടെ ആളുകളെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായി ഒരു ബിസിനസിന്റെ ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റുന്ന സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തരുന്നത് ഹ്യൂജ് ഇൻകം ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു പ്രൊഡക്റ്റിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല കോണ്ടന്റുകൾ, അത് പോസ്റ്റർ ആവട്ടെ വീഡിയോ ആവട്ടെ, നിങ്ങൾക്ക് അതിന്റെ നല്ല കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനും ഇനി അങ്ങനെ കിട്ടിയ ഒരു പോസ്റ്ററിനെയും വീഡിയോയും കറക്റ്റ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ലീഡ് ജനറേറ്റ് ചെയ്യാനും അതുവഴി ആ കമ്പനിക്ക് ഒരു ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഡീഷണൽ ഇൻകം നിങ്ങൾക്ക് ഈ ഒരു ഫ്രീലാൻസിങ് ജോബിലൂടെ അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം, എന്തിന് ലോക്കൽ SEO വരെ നിങ്ങൾക്ക് ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അഡീഷണൽ ഇൻകം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ന് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്കാമുകൾ നടക്കുന്ന സമയം. പല രീതിയിലുള്ള ആപ്പുകളുടെ പ്രൊമോഷനും അല്ലെങ്കിൽ ലിങ്കുകളുടെ പ്രൊമോഷനൊക്കെ നമ്മൾ ഈ ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ ജോബ് കിട്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. സോ അതൊന്നും നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ നമുക്കൊരു ക്രെഡിബിലിറ്റി കൊണ്ടുവരില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമറോട് സംസാരിച്ച് അവരോട് പേയ്മെന്റ് സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നത്. നമ്പർ 3, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം നിങ്ങൾ ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹമുള്ള ആളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യാം. നിങ്ങളുടെ കമ്പനിയുടെ നീശ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറെ മനസ്സിലാക്കി കൃത്യമായ ക്രിയേറ്റീവുകൾ ഡിസൈൻ ചെയ്ത് അത് പോസ്റ്റർ ആവട്ടെ വീഡിയോ ആവട്ടെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ പറ്റും. മറ്റൊരാളുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഓഡിയൻസിലേക്ക് കൃത്യമായി നിങ്ങളുടെ ബിസിനസിന്റെ ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റും. കാരണം നിങ്ങളാണ് ആ ഒരു ബിസിനസിന്റെ ഓണർ. അതിന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്താണ്, അതിന്റെ ക്വാളിറ്റി എന്താണ്, അതെല്ലാം കൃത്യമായി നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് ഓഡിയൻസിന്റെ പെയിൻ പോയിന്റിനെ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് ടച്ച് ആവുന്ന കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. ഇതിലൂടെ നിങ്ങളുടെ ബിസിനസിനെ സെർച്ച് ചെയ്യാനുള്ള കസ്റ്റമേഴ്സിനെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൂഗിളിലും ലോക്കൽ SEOയിലും വെബ്സൈറ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതേ രീതിയിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നിങ്ങളുടെ ബിസിനസിന്റെ പ്രൊമോഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് ഏത് ബിസിനസ്സിനും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് നിർബന്ധമാണ്. അതിലൂടെ തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി അതിൽ കൂടെ തന്നെ സെയിൽ നടത്താനും എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഏത് ബിസിനസ് ഓണേഴ്സും ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത് നല്ലതാണ്. ഒരു വെബ്സൈറ്റ് മാർക്കറ്റിംഗ് അറിയുന്ന അല്ലെങ്കിൽ ലോക്കൽ SEO അറിയുന്ന അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ് അറിയുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അറിയുന്ന ഒരു ബിസിനസ് ഓണേഴ്സിന് ഇതൊന്നും അറിയാത്തൊരു ബിസിനസ് ഓണർ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്നത്തെ കാലത്ത് പഠിച്ചിരിക്കണം. ഇനി 2025 AI ഒക്കെ അത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന കാലത്ത് എങ്ങനെ കൃത്യമായി കസ്റ്റമേഴ്സിലേക്ക് ഒരു ബിസിനസിന്റെ ഇൻഫർമേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എത്തിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരിക്കലും ഒരു റോക്കറ്റ് സയൻസ് അല്ല. അത് കസ്റ്റമേഴ്സിന്റെ നീഡിനെ കൃത്യമായി മനസ്സിലാക്കി അവരിലേക്ക് അവർക്ക് ആവശ്യമായ ബിസിനസിന്റെ ക്രിയേറ്റീവ്സ്, ഈ ക്രിയേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റർ ആവും അല്ലെങ്കിൽ ഒരു വീഡിയോ ആവും, ഇത് രണ്ടിൽ കൂടെയും കൃത്യമായിട്ട് നമ്മൾ അവരിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ അതിന് ഏറ്റവും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ AI ടൂളുകൾ ഇന്നുണ്ട്. സോ ആ AI ടൂളുകൾ എന്താണ്, അതിലൂടെ എങ്ങനെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം എന്നുള്ളത് കൃത്യമായി പഠിച്ചിരിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സെർച്ച് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഗൂഗിൾ മാർക്കറ്റിംഗ്, അതുപോലെ സ്ക്രോളിംഗ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇതിൽ സെർച്ച് കസ്റ്റമേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സ് ആണ്. ഇവരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസിന്റെ ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. നമുക്കറിയാം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരേ സെഗ്മെന്റിൽ തന്നെ ഒരുപാട് കമ്പനികൾ ഉള്ളത് കൊണ്ട് ഗൂഗിൾ അതിന്റെ ഒരു അൽഗോരിതം അല്ലെങ്കിൽ അതിന്റെ ഒരു റാങ്കിങ് അനുസരിച്ചായിരിക്കും
കമ്പനികളെ ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് ഏറ്റവും ടോപ്പിൽ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും സെർച്ച് പൊസിഷനിൽ നമ്പർ 1 ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ അത് SEO ചെയ്യണം. അപ്പോൾ ഗൂഗിൾ ത്രൂ നമ്മൾ ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് മാർക്കറ്റിംഗും SEO നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേ രീതിയിൽ എങ്ങനെ നമ്മുടെ ബിസിനസിന്റെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിലേക്ക് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതേപോലെ തന്നെയാണ് ഗൂഗിൾ ആഡ്സിലൂടെയും നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസിന്റെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ള ഈ 4 കാര്യങ്ങൾ ഗൂഗിളിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൂഗിൾ ആഡ്സും ലോക്കൽ SEOയും വെബ്സൈറ്റ് മാർക്കറ്റിംഗും SEOയും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി സ്ക്രോളിംഗ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മെറ്റയുടെ 3 പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ നല്ല രീതിയിൽ സ്കിൽഫുൾ ആയിരിക്കണം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ബിസിനസ് വാട്സ്ആപ്പ്, അതേപോലെ തന്നെ ഗൂഗിളിലെ യൂട്യൂബ് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിയണം. ഇനി ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളാണെങ്കിൽ ഇന്ന് ലിങ്ക്ഡിനും അവർ ബിസിനസ് പ്രൊമോഷന് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ 4 പ്ലാറ്റ്ഫോമുകളിലൂടെയും ഓർഗാനിക് ആയിട്ട് എങ്ങനെ ഒരു ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാം. ഇനി ഓർഗാനിക് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ റീച്ച് കിട്ടുന്നില്ല എങ്കിൽ പെയ്ഡ് ആഡ് ചെയ്തുകൊണ്ട്, അതായത് മെറ്റ ആഡ് ചെയ്തുകൊണ്ട് ബിസിനസിന്റെ കറക്റ്റ് ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് എങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്ത് ആ കമ്പനിക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ലീഡ് ജനറേറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സോ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ ഇതിന്റെ സിലബസ് പഠിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ടൂൾസ് പഠിക്കുക എന്നുള്ളതിലുപരി ലൈവായിട്ട് ഡിഫറെന്റ് പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രിയെ മനസ്സിലാക്കാൻ പറ്റും, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് കൾച്ചർ മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മുടെ ക്രിയേറ്റീവ്സിനെ കറക്റ്റ് ആയിട്ട് അവരിലേക്ക് എത്തിക്കാനും പറ്റും. സോ അപ്സ്കിൽ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ എല്ലാ എലമെന്റുകളും ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ്. അതായത് ഗൂഗിൾ വഴിയുള്ള കൃത്യമായ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, സോഷ്യൽ മീഡിയ വഴിയുള്ള കൃത്യമായ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അത് ഓർഗാനിക് ആണെങ്കിലും പെയ്ഡ് ആയിട്ടാണെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ലൈവ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ഞങ്ങളുടെ ഏജൻസി എക്സ്പേർട്സിന്റെ കൂടെ ഇരുന്നുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് മൊത്തം ഗെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റും. ഇതിൽ AI ബേസ്ഡ് ആയിട്ടുള്ള 30+ ടൂൾസുകളും അതുപോലെ 50+ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് വർക്കിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് റിസൾട്ട് ജനറേറ്റ് ചെയ്ത് പഠിക്കാം. മാത്രമല്ല നമ്മുടെ ഏജൻസിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്രിയേറ്റീവ് സൈഡ്, അതായത് പ്രൊഡക്ഷൻ സൈഡിലെ എക്സ്പീരിയൻസ് കൂടെ, അതായത് ക്യാമറ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, നിങ്ങൾക്കൊരു വീഡിയോയിലേക്ക് എങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കോണ്ടന്റ് ജനറേറ്റ് ചെയ്ത് അത് ഓഡിയൻസിലേക്ക് എത്തിക്കാം എന്നുള്ളത് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്ന ഒരാളാവട്ടെ, ഇനി അതല്ല ഫ്രീലാൻസിങ് അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്ന ഒരാളാവട്ടെ, ഇനി സ്വന്തമായി ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാവട്ടെ, നിങ്ങൾക്ക് അപ്സ്കിലിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ഏറ്റവും എഫിഷ്യന്റ് ആയ ട്രെയിനേഴ്സിന്റെ കീഴിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 മാർക്കറ്റിംഗ് ട്രെൻഡുകൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അപ്സ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കരിയർ എക്സ്പേർട്സിന്റെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയ രീതിയിൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ ബൈ.